Hi, hello and welcome back to our channel Sci Tech. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 മാത്സിന്റെ ഇന്റഗ്രേഷന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ആണ്. അപ്പോൾ ഓരോ പ്രോപ്പർട്ടിയും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഓരോ പ്രോപ്പർട്ടി മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ -1 to 2 മോഡുലസ് ഓഫ് x³ - x dx. ഇതൊരു മോഡുലസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇന്റഗ്രൽ -1 to 2, ഒന്ന് ലിമിറ്റ് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്. സോ നമ്മൾ ആ ലിമിറ്റിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് -1 to 0 നോക്കും, then 0 to 1, 1 to 2. -1 to 0 നോക്കുമ്പോൾ -1 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? -2. അതിന്റെ മോഡുലസ് എന്താണ്? +2. അതായത് ഇന്റഗ്രൽ -1 to 0 മോഡുലസ് ഓഫ് x³ - x > 0 ആയിരിക്കും. ഇനി 0 to 1, 1 ഇട്ട് കൊടുക്കുക, 1 - 1 0. പിന്നെ കൊടുക്കുമ്പോൾ അതിന്റെ താഴെ ആയിരിക്കും വരുന്നത്. സോ x³ - x എന്ന് പറഞ്ഞാൽ <= 0 ആയിരിക്കും. ഇനി 1 to 2 ഉണ്ട്. 1 to 2 2 ഇട്ട് കൊടുത്ത് നോക്കിയേ. അപ്പോൾ അപ്പോഴും എന്താണ്? 1-നേക്കാളും 0-നേക്കാളും > ആയിട്ടാണ് വരുന്നത്. സോ > 0. അങ്ങനെ 3 ലിമിറ്റ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രൽ -1 to 2 എന്നുള്ളത് -1 to 0, 1 to 0 പോസിറ്റീവ് ആണ്. സോ x³ - x dx പ്ലസ് ഇന്റഗ്രൽ 0 to 1, അവിടെ എന്താണ്? മൈനസ് ആണ്. സോ മൈനസ് ഓഫ് x³ - x dx പ്ലസ് ഇന്റഗ്രൽ 1 to 2, അവിടെ എന്താണ്? പ്ലസ് ആണ്. സോ x³ - x dx. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ x⁴/4 മൈനസ് x²/2, ലിമിറ്റ് എന്താണ്? -1 to 0 പ്ലസ് ഈ മൈനസ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്ത് വരും? x⁴/4 മൈനസ് x²/2 0 to 1 പ്ലസ് x⁴/4 മൈനസ് x²/2, ലിമിറ്റ് 1 to 2. ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. 0 കൊടുക്കുമ്പോൾ 0 വരും. മൈനസ് ഓഫ് -1⁴ 1/4. അപ്പോൾ -1/4 പ്ലസ് 1/2. then മൈനസ് ഇവിടെ എന്ത് വരും? 1/4 മൈനസ് 1/2 പ്ലസ് ഇവിടെ എന്ത് വരും? 2⁴ 16. 16/4 is 4. 4 minus 4/2 is 2 minus 1/4 plus 1/2. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? -1/4. ഇത് ബ്രാക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -1/4 പ്ലസ് 1/2 എന്ന് വരും അല്ലേ? +1/2 മൈനസ് 1/4. ഇവിടെയോ +4 -2 is 2. ഓക്കെ. ഇനി -1/4ഉം -1/4ഉം ഇവിടെ 3 -1/4 ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ആകുമ്പോൾ -3/4 പ്ലസ് 1/2 പ്ലസ് 1/2, അങ്ങനെ 3 1/2 ഉണ്ട്. സോ പ്ലസ് 3/2 പ്ലസ് 2. അപ്പോ -6 പ്ലസ് 12 6, 6/8 3/4, 3/4 പ്ലസ് 2. അപ്പൊ എന്ത് വരും? 11/4. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് മനസ്സിലായിട്ടാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ -π/4 to π/4 sin² x dx. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ലിമിറ്റിന്റെ പ്രത്യേകത എന്താണ്? ലിമിറ്റ് -π/4 to π/4, അതായത് നെഗറ്റീവ്, രണ്ടും സെയിം നമ്പർ തന്നെയാണ്. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണെന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇതിനെ 2 × ഇന്റഗ്രൽ 0 to π/4 sin² x dx എന്ന് എഴുതാം. ഇനി ഇത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ഫംഗ്ഷനെ f(x) എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ f(-x) = f(x) ആണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഓക്കെ. f(-x) = -f(x) ആണെങ്കിൽ ദാറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ.
ഇനി ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെങ്ങനെ ഇപ്പൊ സൈൻ സ്ക്വയർ എക്സ് എങ്ങനെയാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എക്സ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്നായാലും എഴുതാം. എഫ് ഓഫ് മൈനസ് എക്സ് എന്ത് വരും? സൈൻ ഓഫ് മൈനസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? സൈൻ സ്ക്വയർ എക്സ്. ഇത് എന്ത് തന്നെയാണ്? എഫ് ഓഫ് എക്സ് ആണ്. അത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. സോ ഇതെന്താണ്? ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. സോ ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു പൈ ബൈ 4 സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ദാറ്റ് ഈസ് എൻ ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇപ്പൊ മൈനസ് പൈ ബൈ 4 ടു പൈ ബൈ 4 ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ദെൻ അതിന്റെ ഇന്റഗ്രൽ 0 ആയിരിക്കും. ഓക്കെ, അതാണ് അടുത്ത പ്രോപ്പർട്ടി. അപ്പൊ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം. ഈ സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് 2x ബൈ 2 എന്ന് എഴുതാണ്. അപ്പോൾ ഈ 2ഉം 2ഉം കട്ടായി പോവും. അകത്ത് എന്തൊരു എക്സ് മൈനസ് സൈൻ 2x ബൈ 2 0 ടു പൈ ബൈ 4 എന്തുവരും? പൈ ബൈ 4 മൈനസ് സൈൻ 2 പൈ ബൈ 4 ഈസ് പൈ ബൈ 2 ബൈ 2 മൈനസ് ഫുൾ 0 ആണ് വരുന്നത്. സൈൻ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ആൻസർ ഈസ് പൈ ബൈ 4 മൈനസ് 1 ബൈ 2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 ടു പൈ എക്സ് സൈൻ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇത് നമ്മൾ ഐ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. എക്സ് സൈൻ എക്സ് ഡി എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഇനി ഈ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്റഗ്രൽ 0 ടു പൈ എന്നല്ലേ? 0 ടു പൈ എന്നാവുമ്പോൾ നമുക്ക് അതിനെ ഇന്റഗ്രൽ 0 ടു പൈ എക്സിന്റെ പ്ലേസിലൊക്കെ നമുക്ക് പൈ മൈനസ് എക്സ് എന്നാക്കാം. ലോവർ ലിമിറ്റ് 0 ആവുന്ന കേസിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പർ ലിമിറ്റ് എന്താണ്? പൈ ആണ്. അപ്പർ ലിമിറ്റിനെ വെച്ചിട്ട് നമുക്ക് ഈ എക്സിനെ റീപ്ലേസ് ചെയ്യാം. സൈൻ പൈ മൈനസ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ പൈ മൈനസ് എക്സ്. ഓക്കെ, ഇനി നമ്മൾ സൈൻ 180 മൈനസ് എക്സ് എന്താണ്? സൈൻ എക്സ് തന്നെയാണ്. സൈൻ എക്സ്. കോസ് 180 മൈനസ് എക്സ് എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. പക്ഷെ ഇവിടെ സ്ക്വയർ ഉള്ളത് കൊണ്ട് അതെന്തായി പോവും? മൈനസ് പ്ലസ് ആയി പോവും. സോ ഇവിടെ നമുക്ക് കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇനി നമ്മള് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് ഇന്റഗ്രൽ 0 ടു പൈ സൈൻ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് ഇന്റഗ്രൽ 0 ടു പൈ എക്സ് സൈൻ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, ഇവിടെ പൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. അപ്പോ ഈ എക്സ് സൈൻ എക്സ് ഡി എക്സ് ബൈ 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഐ തന്നെയാണ്. സോ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാം? ഐ എന്ന് എഴുതാം. ഇവിടെ ഈ ഐ തന്നെയല്ലേ? ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് തന്നെയാണ്? ഐ തന്നെയാണ്. അപ്പൊ ഐ പ്ലസ് ഐ എന്താവും? 2i. അപ്പൊ ഐ ഈക്വൽ ടു ഈ 2 ഇപ്പുറത്തേക്ക് വന്നാൽ പൈ ബൈ 2. ഓക്കെ, ഇനി കോസ് എക്സ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കാണ്. അപ്പോ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. എന്ത് വരും? പൈ ബൈ 2 ഇന്റഗ്രൽ. ഇനി ഇന്റഗ്രൽ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. വെൻ എക്സ് ഈക്വൽ ടു 0 ടി ഈക്വൽ ടു കോസ് 0 1 ആണ്. ടി ഈക്വൽ ടു 1. വെൻ എക്സ് ഈക്വൽ ടു പൈ ടി ഈക്വൽ ടു കോസ് 180 മൈനസ് 1. ഓക്കെ, അപ്പോൾ പൈ ബൈ 2 ഇന്റഗ്രൽ 1 ടു മൈനസ് 1 സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡി ടി. മൈനസ് പുറത്തേക്ക് എടുക്കുകയാണ്. ഡി ടി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ. ഇനി ഇവിടെ 1 ടു മൈനസ് 1 എന്നാണ് കിടക്കുന്നത്. ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ മൈനസ് റീപ്ലേസ് ചെയ്തിട്ട് ഇതിനെ നേരെ തിരിച്ചിടാം. ലിമിറ്റ് തിരിച്ചിടാം. അതും ഒരു പ്രോപ്പർട്ടി ഓഫ് ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ പൈ ബൈ 2 ഇന്റഗ്രൽ മൈനസ് 1 ടു 1 ഡി ടി ബൈ 1 പ്ലസ് ടി സ്ക്വയറിന് എഴുതാം. ഓക്കെ, മൈനസ് 1 ടു 1. Then integral pi by 2 integral minus 1 to 1 dt by 1 plus t square. ഇപ്പോൾ ഇത് എങ്ങനെയാണ് കിടക്കുന്നത്?
-1 to 1 എന്ന രണ്ട് നമ്പർ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സെയിം ആണ്, സൈനിന്റെ ചേഞ്ച് ഉള്ളൂ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into π/2 integral 0 to 1 dt by 1 plus t square എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 2 into π/2 എന്നുള്ളത് എന്താവും? പൈ ആവും. അപ്പോൾ പൈ ഇൻറ്റു ഇന്റഗ്രൽ dx by 1 plus x square tan inverse x ആണ്. സോ tan inverse t 0 to 1. ഇവിടെ ഈ t പിന്നെ റീപ്ലേസ് ചെയ്ത് എക്സിന്റെ ടേംസിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമ്മളിവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തുവരും? പൈ ഇൻറ്റു tan inverse 1 എന്താണ്? π/4 മൈനസ് tan inverse 0 തന്നെ. സോ പൈ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ -1 to 1 sin raised to 5x into cos raised to 4x dx. അപ്പോൾ ഇവിടെ -1 to 1 ആണ്, സൈനിന്റെ ചേഞ്ച് ഉള്ളൂ. സോ f of x sin raised to 5x into cos raised to 4x. f of -x എന്ത് വരും? sin of -x എന്താണ്? മൈനസ് sin x raised to 5 into cos of -x എന്താണ്? cos x raised to 4 എന്ന് പറയുമ്പോൾ cos raised to 4x തന്നെ. മൈനസ് sin x raised to 5 എന്ത് വരും? മൈനസ് sin raised to 5x that is equal to minus f of x. അപ്പോൾ ഇത് എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. സോ ഇന്റഗ്രൽ എന്ത് വരും? 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to π/2 sin raised to 4x dx divided by sin raised to 4x plus cos raised to 4x. ഇത് നമ്മൾ i എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ 0 ആണ് ലോവർ ലിമിറ്റ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ ഇന്റഗ്രൽ 0 to π/2 sin raised to 4 π/2 minus x dx divided by sin raised to 4 π/2 minus x plus cos raised to 4 π/2 minus x എന്ന് എഴുതാം. sin 90 minus x എന്താണ്? sin 90 minus x എന്ന് പറഞ്ഞാൽ cos x ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? cos x raised to 4 that is cos raised to 4x. sin 90 minus x cos x ആണ്. ഇവിടെ എന്ത് വരും? cos raised to 4x. cos 90 minus x എന്താണ്? sin x ആണ്. അപ്പോൾ എന്ത് വരും? sin raised to 4x. ഇതും എന്ത് തന്നെയാണ്? i തന്നെയാണ്. നമ്മൾ ഇത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2i equal to integral 0 to π/2 sin raised to 4x plus cos raised to 4x dx divided by denominator സെയിം ആണ്. സോ sin raised to 4x plus cos raised to 4x. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയിട്ട് 1 എന്ന് വന്നില്ലേ? അപ്പോൾ അതിൽ 1 ആവുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? π/2. i equal to π/2 by 2 that is π/4. Okay, next question integral π/6 to π/3 dx divided by 1 plus root of tan x. ഇവിടെ നമ്മൾ i എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ റൂട്ട് ഓഫ് ടാൻ എക്സ് നമുക്ക് റൂട്ട് ഓഫ് സൈൻ എക്സ് ബൈ റൂട്ട് ഓഫ് കോസ് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് കോസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് എക്സ്. ഓക്കെ, ഇനി നമുക്ക് ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഇൻ്റഗ്രേഷൻ നമുക്കിതിനെ ഇൻ്റഗ്രൽ π/6 to π/3 റൂട്ട് ഓഫ് കോസ് എക്സിന് പകരം π/3 പ്ലസ് π/6 മൈനസ് എക്സ് എന്ന് കൊടുക്കുക. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് മൈനസ് എക്സ് ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോസ് π/3 പ്ലസ് π/6 മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ π/3 പ്ലസ് π/6 മൈനസ് എക്സ്. ഓക്കെ, π/3 പ്ലസ് π/6 എന്താണ്? 9π/18 ദാറ്റ് ഈസ് π/2. കോസ് π/2 മൈനസ് എക്സ് എന്താണ്? സൈൻ എക്സ് ആണ്. സോ ഇവിടെ എന്ത് വരും? റൂട്ട് ഓഫ് സൈൻ എക്സ്. ഇവിടെ എന്ത് വരും? റൂട്ട് ഓഫ് സൈൻ എക്സ്. ഇവിടെ എന്ത് വരും? സൈൻ π/2 മൈനസ് എക്സ് കോസ് എക്സ്. ഇനി ഇതും എന്താണ്? i ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുക.
2y equal to integral pi by 6 to pi by 3. ന്യൂമറേറ്ററിൽ എന്ത് വരും? റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ്. ഡിനോമിനേറ്റർ സെയിം ആണ്, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സൈൻ എക്സ് പ്ലസ് റൂട്ട് ഓഫ് കോസ് എക്സ്. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്ത് പോയിട്ട് 1 എന്ന് വരും. 1 dx. അപ്പോൾ എന്ത് വരും? പൈ ബൈ 3 മൈനസ് പൈ ബൈ 6. അപ്പോൾ 6 പൈ മൈനസ് 3 പൈ, 3 പൈ ബൈ 18. ദാറ്റ് ഈസ് പൈ ബൈ 6. പൈ ബൈ 6 divided by 2. That is pi by 12. Okay. Next question. I equal to integral 0 to pi by 2 log of sin x dx. അപ്പോൾ ഇവിടെ ലോവർ ലിമിറ്റ് 0 ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to pi by 2 log of sin pi by 2 minus x. sin pi by 2 minus x dx. sin pi by 2 minus x എന്താണ്? cos x. ഇത് എന്ത് തന്നെയാണ്? I ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2y equal to integral 0 to pi by 2 log sin x plus log cos x. then ഒരു log 2 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാണ്. plus log 2 minus log 2 dx. അപ്പോൾ log a plus log b എന്താണ്? log ab. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എന്ത് വരും? log sin x cos x. again log a plus log b log ab. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഇവിടെ 2 sin x cos x വരും. 2 sin x cos x എന്താണ്? sin 2x. ഓക്കെ. അപ്പോൾ ലിമിറ്റ് സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇന്റഗ്രൽ 0 to pi by 2 log sin 2x dx മൈനസ് ഇന്റഗ്രൽ 0 to pi by 2 log 2 dx. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 2x ഈക്വൽ ടു ടി എന്ന് കൊടുക്കുകയാണ്. 2x ഈക്വൽ ടു ടി. അപ്പോൾ 2 dx ഈക്വൽ ടു dt. അപ്പോൾ ഇന്റഗ്രൽ എന്ത് വരും? ലിമിറ്റും കൂടി ചേഞ്ച് ചെയ്യാണ്. then x ഈക്വൽ ടു 0, t ഈക്വൽ ടു 0. then x ഈക്വൽ ടു pi by 2, t ഈക്വൽ ടു pi. അപ്പോൾ എന്ത് വരും? ഇന്റഗ്രൽ 0 to pi log sin t dt by 2. 1 by 2 നെ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ 1 by 2 ഇന്റഗ്രൽ 0 to pi log sin t dt. y ഈക്വൽ ടു എന്നാണല്ലേ. അപ്പോൾ 2y ഈക്വൽ ടു ദിസ് 1 മൈനസ് log 2 എന്ത് വരും? log 2 ഇൻറ്റു log 2 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അകത്ത് എന്ത് വരും? 1 വരും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഇൻറ്റു പൈ ബൈ 2 മൈനസ് പൈ ബൈ 2 log 2. ഇതെന്ത് തന്നെയാണ്? ഇന്റഗ്രൽ 0 to 1 by 2 ഇന്റഗ്രൽ 0 to pi നമുക്ക് എങ്ങനെ എഴുതാം? 0 to pi by 2 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ എന്ത് വരും? I തന്നെ വരും. അപ്പോൾ 2y ഈ I ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? I ഈക്വൽ ടു മൈനസ് പൈ ബൈ 2 log 2. ഓക്കെ. ഇനി 11th എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ +2 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.